ഇപ്പൊ ഈ ഒരു സമയത്ത് നിങ്ങളുടെ വായിൽ ലക്ഷക്കണക്കിന് ബാക്ടീരിയാസ് ആണ് ഒളിച്ചിരിക്കുന്നത് കേട്ടോ. അതിൽ ചിലതരം ബാക്ടീരിയാസ് ഉണ്ടല്ലോ പലതരം ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യും. ഈ ഗ്യാസിനെ നമ്മൾ മോഡേൺ സയൻസിൽ വൊളറ്റൈൽ സൾഫർ കോമ്പൗണ്ട്സ് എന്നാണ് പറയുക. ഇത്തരത്തിലുള്ള ഗ്യാസ് തന്നെയാണ് നമ്മുടെ വായിൽ വായനാറ്റം പോലെയുള്ള പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നത്. നമ്മൾ പല്ലൊക്കെ തേക്കുന്ന സമയത്ത് എന്താ ഉണ്ടാകുക? നമ്മുടെ പല്ലൊക്കെ ക്ലീൻ ആവും, പക്ഷേ നമ്മുടെ വായയുടെ അടിയിൽ, നാക്കിന്റെ അടിയിൽ, തൊണ്ണിന്റെ സൈഡിലൊക്കെയാണ് ഇത്തരത്തിലുള്ള ബാക്ടീരിയാസ് കൂടുതലും അടിഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇത് നമ്മൾ ബ്രഷ് ചെയ്ത് കഴിഞ്ഞ് കുറച്ച് സമയത്ത് റിഫ്രഷ്മെന്റ് കിട്ടുമെങ്കിൽ ഇത് വീണ്ടും വീണ്ടും വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ വായനാറ്റം അനുഭവിക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ഇതിനെ ഉള്ളിൽ നിന്ന് കളയേണ്ട കാര്യങ്ങളാണ്. അതിനെ സഹായിക്കുന്ന റെമഡിയാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറയാനായിട്ട് പോകുന്നത്. അപ്പൊ ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്തു വരികയാണെങ്കിൽ നമ്മുടെ ശ്വാസത്തിനെ നല്ല രീതിയിൽ റിഫ്രഷ് ചെയ്യാനായിട്ട് വളരെയധികം സഹായിക്കും. നമ്മുടെ കിച്ചണിൽ തന്നെ കിട്ടുന്ന വളരെ ഈസി ആയിട്ട് നമുക്ക് കിട്ടുന്ന നാല് കാര്യങ്ങളും കൂടി വെച്ചിട്ടാണ് ഈ റെമഡി ഞാനിവിടെ പറയാനായിട്ട് പോകുന്നത്. അപ്പൊ വീഡിയോ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ഇനിയൊരു നാണക്കേട് എന്തായാലും നിങ്ങൾക്ക് ഉണ്ടാവില്ല. കാരണം നമുക്ക് സ്വന്തമായിട്ട് മനസ്സിലാവില്ലല്ലോ, വായനാറ്റം ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവില്ല. പക്ഷെ ഓപ്പോസിറ്റുള്ള ആൾക്കാർ സംസാരിക്കുന്ന സമയത്ത് ദൂരെ ദൂരെ പോവുക, അടുത്താരും ഇരിക്കാതിരിക്കുക, ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് വരുന്ന സമയത്ത് നമ്മുടെ കോൺഫിഡൻസിനെ നല്ല രീതിയിൽ ബാധിക്കില്ലേ? കാരണം നമ്മൾക്ക് സംസാരിക്കാനായിട്ടുള്ള ഒരു കോൺഫിഡൻസ് കിട്ടില്ല. പലരും വിചാരിക്കും ഭക്ഷണത്തിന് ഉള്ളി നന്നായിട്ട് കഴിച്ചു, വെളുത്തുള്ളി ഒക്കെ നന്നായിട്ട് കഴിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ ഗ്യാസിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് തള്ളിക്കളയുന്നവരും ഉണ്ട്. പക്ഷെ ഇതിനൊരു സൊല്യൂഷൻ നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്യണം. ആ ഒരു സൊല്യൂഷൻ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പൊ വീഡിയോ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രദ്ധിക്കും. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഈ റെമഡിക്ക് ശേഷം ഞാൻ കുറച്ച് ടിപ്സ് പറയുന്നുണ്ട്. ഈ ഒരു ടിപ്സ് നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്യാനായിട്ട് നോക്കുക. കാരണം ഈ ഒരു പ്രശ്നത്തിനെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണല്ലേ. അപ്പൊ ആ ഒരു കാര്യം കൂടി നിങ്ങൾ തീർച്ചയായിട്ടും കേൾക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പൊ നമ്മള് റെമഡി എന്ന് പറയുന്നത് ഒരു മൗത്ത് വാഷ് ആണ് നമ്മൾ ഇവിടെ ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. മൗത്ത് വാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാർക്കറ്റിൽ നിന്നൊക്കെ കിട്ടുന്ന കെമിക്കൽ ആയിട്ടുള്ള മൗത്ത് വാഷിനേക്കാളും എത്രയോ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളും കൂടിയാണ്. അപ്പൊ ഇതിന് വേണ്ട 4 ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയാന്ന് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഒന്നാമത്തെ ഒരു കാര്യമാണ് ബേക്കിംഗ് സോഡ, രണ്ടാമത്തെ ഒരു കാര്യമാണ് പുതിനയുടെ ഇല. പുതിനയുടെ ഇല എന്ന് പറയുമ്പോൾ 8 മുതൽ 10 ഇല പുതിനയുടെ ഇല, 2 ഗ്രാമ്പൂ. ബേക്കിംഗ് സോഡ വേണ്ടത് 1 ടീസ്പൂൺ ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത്. ബേക്കിംഗ് സോഡയുടെ ഒരു പ്രോപ്പർട്ടി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിനൊരു ആൽക്കലൈൻ പ്രോപ്പർട്ടിയാണ്. നമ്മുടെ വായലിലുണ്ടല്ലോ അസിഡിക് ലെവൽ നന്നായിട്ട് കൂടുന്ന സമയത്താണ് ബാക്ടീരിയയുടെ ഗ്രോത്ത് നന്നായിട്ട് ഉണ്ടാകുക. ബാക്ടീരിയ ഗ്രോത്ത് കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ വായു നന്നായിട്ട് വായനാറ്റം പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാനും ചാൻസസ് ഉണ്ട്. അപ്പൊ ഈ ഒരു ബേക്കിംഗ് സോഡ നമ്മുടെ വായിലത്തെ pH നെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് വളരെയധികം സഹായിക്കും. രണ്ടാമത്തെയാണ് പുതിനയുടെ ഇല. ഇതില് മെൻതോൾ അതുപോലെ തന്നെ ഒരു ആന്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടി അടങ്ങിയിട്ടുണ്ട്. വായിക്ക് നല്ലൊരു റിഫ്രഷ്മെന്റ് നൽകാനും ബാക്ടീരിയൽ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ നന്നായിട്ട് കൺട്രോൾ ചെയ്യാനും ഇത് സഹായിക്കും. മൂന്നാമത്തെയാണ് ഗ്രാമ്പൂ. ഗ്രാമ്പൂല് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്, ഇതിൽ യൂജിനോൾ എന്ന് പറയുന്ന ഒരു കണ്ടന്റ് ഉണ്ട്. അതുപോലെ ബാക്ടീരിയൽ ആന്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടിയും കൂടിയാണ്. വായിൽ ഇപ്പൊ എന്തെങ്കിലും കേട് പോലെയുള്ള കാര്യങ്ങൾ, തൊണ്ടിലെന്തെങ്കിലും വീർമത, ഇത്തരത്തിലുള്ള പല പ്രശ്നങ്ങളെയും ഗ്രാമ്പൂ നന്നായിട്ട് കൺട്രോൾ ചെയ്യും. ഇനി ഒരു മൗത്ത് ഫ്രഷ്നർ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കുകയാണെങ്കിൽ, നിങ്ങൾ ഉണ്ടല്ലോ 1 ഗ്ലാസ് വെള്ളം എടുക്കാം. 1 ഗ്ലാസ് വെള്ളം കുറച്ചു നേരം തിളപ്പിക്കാനായിട്ട് വെക്കുക. വല്ലാതെ ഇങ്ങനെ തിള വരണമൊന്നുമില്ല. ജസ്റ്റ് ഒരു തിള വരുന്ന സമയത്ത് സിം ഓഫ് ആക്കിയിട്ട് അതിലേക്ക് 8 മുതൽ 10 പുതിനയുടെ ഇലയും അതുപോലെ തന്നെ 2 ഗ്രാമ്പൂ ഇട്ടിട്ട് അടച്ച് നന്നായിട്ട് വെക്കുക. അടച്ചു വെച്ചിട്ട് ഒരു 5 മുതൽ 10 മിനിറ്റ് കഴിയുന്ന സമയത്ത് അരിച്ചിട്ട് ഒരു ഇളം ചൂടാവില്ലേ, നന്നായിട്ട് തണുക്കണ്ട, ഒരു ഇളം ചൂടാവുന്ന സമയത്ത് അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ആഡ് ചെയ്തിട്ട് നമ്മുടെ മൗത്ത് ഫ്രഷ്നർ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഇതെങ്ങനെ യൂസ് ചെയ്യാമെന്ന് നോക്കുകയാണെങ്കിൽ, ആദ്യത്തെ കുറച്ചാഴ്ച, ആദ്യത്തെ ഒരാഴ്ചയിൽ നിങ്ങൾ ദിവസത്തിൽ 2 നേരം യൂസ് ചെയ്യാനായിട്ട് നോക്കുക. അതായത് കുറച്ച് നിങ്ങൾ സിപ്പ് വായിലേക്ക് ഒഴിച്ചതിന് ശേഷം നമ്മുടെ 4 ഭാഗങ്ങളിലേക്ക് എത്തുന്ന രീതിയിൽ നന്നായിട്ട് കവിൾ കൊള്ളാനായിട്ട് നോക്കണം. ഒരു അര മിനിറ്റ് മുതൽ 1 മിനിറ്റ് വരെ നന്നായിട്ട് കവിൾ കൊള്ളുക. എന്നിട്ട് ശേഷം തുപ്പിക്കളയുക. ഉള്ളിലേക്ക് ഇറക്കരുത്, തുപ്പിക്കളയാനായിട്ടും കൂടി നോക്കുക. ഇന്നൊരു കാര്യം, ഈ ഒരു മൗത്ത് വാഷ് ഉണ്ടല്ലോ ഫ്രഷ് ആയിട്ട് തന്നെ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് നോക്കുക. ഉണ്ടാക്കി വെച്ചതിന് ശേഷം വീണ്ടും റീയൂസ് ചെയ്യുക, അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ഫ്രഷ് ആയിട്ട് തന്നെ നിങ്ങൾ യൂസ് ചെയ്യുക. ഇപ്പൊ നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ടുള്ള പുതിനയുടെ ഇല കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ കുറച്ച് പുതിനയുടെ ഉണ്ടല്ലോ ഉണക്കിയിട്ട് ആ ഒരു പൊടി രൂപത്തിലാക്കി വെച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അതും യൂസ് ചെയ്യാം. പിന്നെ മറ്റൊരു കാര്യം, ബേക്കിംഗ് സോഡ 1 ടീസ്പൂണിനേക്കാൾ കൂടുതൽ ഉപയോഗിക്കരുത്. കാരണം ഇത് നമ്മുടെ ടിഷ്യൂസിനെ കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ടിഷ്യൂസിനെ കുറച്ചൊന്ന് ഇറിറ്റേറ്റ് ചെയ്യാനുള്ള വളരെയധികം ചാൻസസ് ഉണ്ട്. അപ്പൊ കൂടുതലായിട്ട് ഉപയോഗിക്കരുത്. അതുപോലെ നിങ്ങളുടെ വായയിൽ എന്തെങ്കിലും അൾസർ പോലെയുള്ള പ്രശ്നങ്ങളുണ്ട്, എന്തെങ്കിലും മുറിവ് പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവര് ഈ റെമഡി ഉപയോഗിക്കാതിരിക്കുക. പിന്നെ നിങ്ങളുടെ വായിൽ ഇപ്പൊ തൊണ്ണുകളിൽ എന്തെങ്കിലും സെൻസിറ്റിവിറ്റി പോലെ വളരെ സെൻസിറ്റീവ് ആയിട്ടിരിക്കുന്ന തൊണ്ണുകളൊക്കെ ആണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഡെന്റിസ്റ്റിനോട് ചോദിച്ചതിന് ശേഷം മാത്രം ഈ റെമഡി ഉപയോഗിക്കാനായിട്ടും കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ റെമഡി നിങ്ങൾ ദിവസത്തിൽ ആദ്യത്തെ ഒരാഴ്ച 2 വട്ടമായിട്ട് ചെയ്യാനായിട്ട് നോക്കുക. പതുക്കെ പതുക്കെ നിങ്ങളുടെ പ്രശ്നം കൺട്രോൾ ആയിട്ട് വന്നു എന്ന് കാണുന്ന സമയത്ത് ആഴ്ചയിൽ ദിവസത്തിൽ 1 നേരമായിട്ടും പതുക്കെ പതുക്കെ മെയിൻറ്റെയിൻ ചെയ്ത് നിങ്ങൾക്ക് കൊണ്ടുപോകാം, കുഴപ്പമൊന്നുമില്ല. എപ്പോഴും നമ്മൾ ഈ ബേക്കിംഗ് സോഡ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നത് നമ്മുടെ വായിക്ക് അത്രയും നല്ലതല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് പതുക്കെ പതുക്കെ അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാവുന്നതാണ്.
ഇതിന്റെ കൂടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് ടിപ്സ് ആണ് ഇനി ഞാൻ പറയാനായിട്ട് പോകുന്നത്. കാരണം നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ ഇത് വീണ്ടും വീണ്ടും വരാനുള്ള ചാൻസസ് ഉണ്ട്. ഒന്നാമത്തെ ഒരു ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാക്ക് വടിക്കുക. നാക്ക് വടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വായിൽ ബാക്ടീരിയ കൂടുതലും പ്രസന്റ് ആയിരിക്കുന്നത് നമ്മുടെ നാക്കിലാണ്. അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും ബ്രഷ് ചെയ്തതിന് ശേഷം ദിവസത്തിൽ 2 വട്ടം ചെയ്തോ കുഴപ്പമൊന്നുമില്ല, നാക്ക് നന്നായിട്ട് വടിച്ച് വായ നന്നായിട്ട് ക്ലീൻ ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം. രണ്ടാമത്തെ കാര്യമാണ് ദിവസത്തിൽ 1 ഗ്രാമ്പു മുതൽ 2 ഗ്രാമ്പു വരെ നിങ്ങൾ ചവച്ചരയ്ക്കാനായിട്ട് നോക്കുക. ഭക്ഷണമൊക്കെ കഴിച്ചു കഴിയുമ്പോഴല്ലോ 1 ഗ്രാമ്പു നിങ്ങൾ എടുത്തിട്ട് നന്നായിട്ട് ചവയ്ക്കുക. ചവച്ചിട്ട് അതിന്റെ നീര് നമ്മൾ ഫുള്ള് നമ്മുടെ വായിലേക്ക് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഉമ്മനീര് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇറക്കാൻ കുഴപ്പമൊന്നുമില്ല, ബാക്കിയുള്ള ഭാഗം നിങ്ങൾക്ക് തുപ്പിക്കളയാം. ഇങ്ങനെ നിങ്ങൾ ദിവസവും ചെയ്യാനായിട്ട് നോക്കുക. ഉച്ചയ്ക്കും രാത്രിയത്തെ ഭക്ഷണത്തിന് ശേഷം ഓരോ ഗ്രാമ്പു വീതം നിങ്ങൾ ഇങ്ങനെ ചവച്ചരയ്ക്കുന്നതും നല്ല രീതിയിൽ നമുക്ക് ഇത്തരത്തിലുള്ള വായനാറ്റത്തിനെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. മൂന്നാമത്തെ ഒരു കാര്യം നിങ്ങൾ ചെയ്യേണ്ടതാണ് വെള്ളം നന്നായിട്ട് കുടിക്കുക. കാരണം നമ്മുടെ വായ നന്നായിട്ട് ഡ്രൈ ആകുന്ന സമയത്താണ് ബാക്ടീരിയയുടെ ഗ്രോത്ത് നന്നായിട്ട് കൂടുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വായിലുണ്ടാകുന്ന ഉമിനീരുണ്ടല്ലോ ഒരു മൗത്ത് വാഷ് പോലെയാണ് ആക്ടിവേറ്റ് ചെയ്യുന്നത്. നിങ്ങൾ വെള്ളം കുടിക്കാതിരിക്കുന്ന സമയത്ത് ഉമിനീര് ശരിക്കും ഉണ്ടാകില്ല. അപ്പൊ നമ്മുടെ വായ നന്നായിട്ട് ഡ്രൈ ആകും, ഇത്തരത്തിലുള്ള ബാക്ടീരിയാസ് നന്നായിട്ട് കൂടും. അതുകൊണ്ട് ദിവസത്തില് 8 മുതൽ 10 ഗ്ലാസ് വരെ വെള്ളം അത് നിർബന്ധമായിട്ട് നമ്മൾ കുടിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇടയ്ക്കിടയ്ക്ക് ഓരോ സിപ്പ് വീതം വെള്ളം കുടിക്കുന്നതും നല്ലതാണ്. ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇനി നാലാമത്തെ ഒരു കാര്യമാണ്, നിങ്ങൾ ദിവസത്തിലുണ്ടല്ലോ ഒരു നേരം കുറച്ച് ഇളം ചൂടുവെള്ളത്തിൽ ഉപ്പിട്ടിട്ട് നന്നായിട്ട് കവിൾ കൊള്ളാനായിട്ട് നോക്കുക. ബെറ്റർ ആയിട്ടുള്ള ഒരു സമയം നോക്കുകയാണെങ്കിൽ രാത്രി ചെയ്യുന്നതായിരിക്കും ബെറ്റർ. കാരണം രാവിലേക്ക് ഞാൻ വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട്, കുറച്ചും കൂടി എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം. അപ്പൊ ഈ ഒരു കാര്യം നിങ്ങൾ രാത്രി കുറച്ച് ഇളം ചൂടുവെള്ളത്തിൽ ഒരു 1 മിനിറ്റ് മുതൽ 2 മിനിറ്റ് വരെ നന്നായിട്ട് ഗാർഗിൾ ചെയ്യാനായിട്ട് നോക്കുക. ഇതെന്തെങ്കിലും ഉപ്പിൽ നോക്കുകയാണെങ്കിൽ ഒരു ആന്റി ബാക്ടീരിയൽ ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഒക്കെ ഉണ്ട്. വായിലുള്ള ബാക്ടീരിയൽ ഗ്രോത്തിനെ നന്നായിട്ട് കുറയ്ക്കാനും തൊണ്ടിൽ ഏതെങ്കിലും വീർമത പോലെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ നന്നായിട്ട് കുറയ്ക്കാനൊക്കെ വളരെ ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഈ ഒരു കാര്യം നിങ്ങൾക്ക് രാത്രി കിടക്കുന്ന സമയത്ത് ചെയ്യാം. അവസാനത്തെ കുറച്ചും കൂടി എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ടിപ്പാണ് ഓയിൽ പുള്ളിങ്. ഓയിൽ പുള്ളിങ് എന്ന് പറഞ്ഞാൽ ട്രഡീഷണൽ ആയിട്ട് നമ്മൾ ആയുർവേദത്തിൽ പറയുന്ന ഒരു കാര്യമാണ്. രാവിലെ ഉണ്ടല്ലോ നിങ്ങൾ എഴുന്നേറ്റ് വന്നിട്ട് ബ്രഷ് ചെയ്യുന്നതിനും വെള്ളം കുടിക്കുന്നതിനും മുന്നേയിട്ട് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ വായിലേക്ക് ഒഴിച്ചിട്ട് ഒരു 5 മുതൽ 10 മിനിറ്റ് വരെ നമ്മൾ കവിൾ കൊള്ളാനായിട്ട് നോക്കുക. ഇതിലൂടെ വായിലുണ്ടാകുന്ന പൊട്ട ബാക്ടീരിയസിലൊക്കെ നന്നായിട്ട് അട്രാക്ട് ചെയ്തിട്ട് വായിലുണ്ടാകുന്ന തരത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളെയും കൺട്രോൾ ചെയ്യാനും നല്ലതാണ്. അപ്പൊ ഈ ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്യാം. അപ്പൊ ഇത്രയും പറയുന്ന ടിപ്സ് നിങ്ങൾ ഇതിന്റെ കൂടെ ഫോളോ ചെയ്യാനായിട്ട് നോക്കുക. ഏത് റെമഡി ആണെങ്കിലും നമുക്ക് കുറെ നാളുകൾ ചെയ്യാനൊന്നും പറ്റില്ല. പക്ഷെ അതിനെ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ഈ റെമഡിയുടെ അത്രയും ആവശ്യം ഉണ്ടാവില്ല. അപ്പൊ ഈ പറഞ്ഞിട്ടുള്ള ടിപ്സ് നിങ്ങൾ തീർച്ചയായിട്ടും ഇതിന്റെ കൂടെ ചെയ്യാനായിട്ട് നോക്കുക. അവസാനമായിട്ട് നിങ്ങൾ എല്ലാ കാര്യങ്ങളും ചെയ്തു, നിങ്ങൾ ഈ റെമഡി ചെയ്തു, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ വെള്ളം നന്നായിട്ട് കുടിച്ചു, കവിൾ നന്നായിട്ട് കൊണ്ടു, എല്ലാം ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഈ വായനാറ്റത്തിന് യാതൊരുവിധ സൊല്യൂഷനും കിട്ടുന്നില്ല, മാറുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടറെ തീർച്ചയായിട്ടും കാണാനായിട്ട് നോക്കുക. സ്പെഷ്യലി ഒരു ഡെന്റിസ്റ്റിനെ നിങ്ങൾ എന്തെങ്കിലും കാണാനായിട്ട് നോക്കണം. കാരണം പല സമയത്ത് ഒരു ക്യാവിറ്റിയുടെ പ്രശ്നങ്ങൾ, ടോൺസിലൈറ്റിസ് പോലെയുള്ള പ്രശ്നങ്ങൾ, പല സമയങ്ങളിലും അലർജിക് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടീഷൻ, അതായത് കഫം നന്നായിട്ട് കൂടി നിൽക്കുക എന്നിങ്ങനെ പറയുന്ന പല കണ്ടീഷൻസിലും ഇത് പൂർണ്ണമായിട്ട് മാറാറില്ല കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള പ്രശ്നക്കാരൊക്കെ ആണെങ്കിൽ ആ റൂട്ട് കോസിനെ നന്നായിട്ട് മാറ്റിയാൽ മാത്രമേ ഇത്തരത്തിലുള്ള ഹോം റെമഡീസ് പൂർണ്ണമായിട്ട് വർക്ക് ചെയ്യുള്ളൂ. അപ്പൊ ആ കാര്യങ്ങളും കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇൻഫോർമേറ്റീവ് ആണെന്ന് വിചാരിക്കുകയാണ്, ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. വീഡിയോ ഇൻഫോർമേറ്റീവ് ആണെന്ന് തോന്നുകയാണെങ്കിൽ എല്ലാവരിലേക്കും ഈ വീഡിയോ തീർച്ചയായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കണം. വീഡിയോ ലൈക്ക് ചെയ്യാനും കൂടി മറക്കരുത്. തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ കമന്റ് രൂപേണ അറിയിക്കാനും കൂടി ശ്രദ്ധിക്കുക. സോ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ നന്ദി, നമസ്കാരം.